പൊതുവെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഹൈന്ദവ ആരാധന കേന്ദ്രം, 800 വർഷത്തെ പഴക്കമുള്ള ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ വളരെ ഗൗരവകരമായൊരു അന്വേഷണം വേണ്ടതാണ്. ഒരുപക്ഷെ ഇത് അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണോ, അല്ലെങ്കിൽ ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നത് നിജസ്ഥിതി തീർച്ചയായും അന്വേഷിച്ച് കണ്ടെത്തപ്പെടേണ്ടതാണ്. കാരണം അങ്ങനെയല്ല എങ്കിൽ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകുമ്പോൾ അതിന് പിന്നിൽ ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഉണ്ടായെന്ന് എല്ലാ കാലവും നിലനിൽക്കും. ഒരുപക്ഷെ നാളെ വീണ്ടും ഈ ഒരു കേസ് വീണ്ടും ഇപ്പോൾ മാഞ്ഞു പോയാലും വീണ്ടും അത് ഓരോ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രചാരണം ശക്തമാകുമ്പോൾ വീണ്ടും ധർമ്മസ്ഥലയും അവിടുത്തെ കൂട്ടക്കുഴിമാടങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടും. ഈ നേത്രാവതി സ്നാനഘട്ടത്തിൽ ഇപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറയുന്നത് ഈ ധർമ്മസ്ഥലയിൽ ഒരുപാട് സ്വാഭാവികവും അസ്വാഭാവികവുമായിട്ടുള്ള മരണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ മരണങ്ങളൊക്കെ രേഖകൾ പ്രകാരമാണ് അവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കത്തിച്ചിട്ടുള്ളത് എന്നാണ് അവിടുത്തെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് 2012 ധർമ്മസ്ഥലയിലെ ആ പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആൾ മാധ്യമങ്ങളോട് പറയുന്ന അടക്കം ഇങ്ങനെയാണ്. പക്ഷേ അതിലൊരു വ്യത്യസ്തത എന്തെന്നാൽ ഇതുൾപ്പെടുന്ന ദക്ഷിണ കന്നഡ ആ ഒരു റീജിയനിലെ ഈ രേഖകൾ, ഈ സ്വാഭാവിക മരണങ്ങളും അസ്വാഭാവിക മരണങ്ങളുടെയും രേഖകളൊക്കെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു.